ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന്. എടവിലങ്ങ് കാരയിൽ ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. അമോണിയ പ്ലാന്റിൽ അറ്റകുറ്റപ്പണിക്കിടെയാണ് ചോർച്ച ഉണ്ടായത്. അമോണിയം വെള്ളത്തിലൂടെ കടത്തിവിട്ട് നിർവീര്യമാക്കി. ലൈംഗികാതിക്രമ കേസിൽ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കയ്പമംഗലം പൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അനധികൃത മീൻപിടുത്തം. അനധികൃതമായി കരവലി നടത്തിയ 2 ബോട്ടുകൾ പിടിച്ചെടുത്തു. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടയിൽ കടലിൽ അകപ്പെട്ട 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ രക്ഷിച്ച ലൈഫ് ഗാർഡുകൾ. കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വഴിയോര കച്ചവടക്കാരന് ക്രൂരമർദ്ദനം. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് ഇടതുകൈയുടെ എല്ല് പൊട്ടി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്കായി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ മുൻപാകെ വേണം ആദ്യ അംഗം പ്രതിജ്ഞയെടുക്കേണ്ടത്. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ജില്ലാ കളക്ടർമാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളെയുമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മുനിസിപ്പൽ കൗൺസിലുകളിൽ ഇതിനായി നിയോഗിച്ചിട്ടുള്ള വരണാധികാരികൾ വേണം ആദ്യ അംഗത്തെ പ്രതിജ്ഞയെടുപ്പിക്കേണ്ടത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗമായിരിക്കും മറ്റംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞയുടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. ഈ യോഗത്തിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കേണ്ടതും കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. മേയർ, മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26-ന് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. വോട്ടവകാശമുള്ള അംഗങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയാണ് ക്വാറം വേണ്ടത്. ക്വാറമില്ലെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം യോഗം ചേർന്ന് ക്വാറമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താം. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് നഗരസഭ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചാവക്കാട് നഗരസഭ ഓഫീസിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. റിട്ടേണിംഗ് ഓഫീസർ, ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ S. ഷീബയ്ക്ക് മുൻപിലാണ് സത്യപ്രതിജ്ഞ. കൌൺസിലിലെ മുതിർന്ന അംഗം PI വിശ്വംഭരൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. തുടർന്ന് മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ നിർവഹിക്കും. നഗരസഭയിൽ 4ാം തവണയാണ് LDF അധികാരത്തിലെത്തുന്നത്. ഇത്തവണ 21 സീറ്റുമായാണ് അധികാരം നിലനിർത്തിയത്. UDFന് 12 അംഗങ്ങളാണുള്ളത്. എടവിലങ്ങ് കാരയിൽ ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. കാര സെന്ററിലുള്ള ശ്രീ അംബിക ഐസ് പ്ലാന്റിലെ അറ്റകുറ്റപ്പണിക്കിടെയാണ് ചോർച്ചയുണ്ടായത്. ശനിയാഴ്ച ഉച്ച മുതൽ അമോണിയം ചോർന്നു തുടങ്ങിയിരുന്നുവെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ വൈകുന്നേരമായതോടെ അന്തരീക്ഷത്തിൽ രൂക്ഷഗന്ധം ഉയർന്നു. തുടർന്ന് ഐസ് പ്ലാന്റ് ജീവനക്കാർ അമോണിയം വെള്ളത്തിലൂടെ കടത്തിവിട്ട് നിർവീര്യമാക്കി. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട നിലയുണ്ടായാൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വ്യക്തമാക്കി. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമായാണ് പരാതി നൽകിയതെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം.
പരാതി നൽകിയതിലെ കാലതാമസവും ചോദ്യം ചെയ്തു. ഈ വാദങ്ങളെ എതിർത്ത പ്രോസിക്യൂഷൻ സംവിധായകൻ ചെയ്ത അതീവ ഗൌരവമുള്ള കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി. സംഭവത്തിനു ശേഷം പരാതിക്കാരിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. കുടുംബാംഗങ്ങളോട് ആലോചിച്ച ശേഷമാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ഇത്തരം കാരണങ്ങളാലാണ് പരാതി നൽകാൻ വൈകിയതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അനധികൃത മീൻപിടുത്തം. തീരത്തോട് ചേർന്ന് കണ്ണിവലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. തീരക്കടലിൽ കമ്പനിക്കടവ് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അനധികൃതമായി കരവലി നടത്തിയ ഗബ്രിയൽ, ഗമാലിയൽ എന്നീ 2 ബോട്ടുകൾ മിന്നൽ കോഞ്ചിങ്ങിൽ പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം മുനയ്ക്കക്കടവ് ഹാർബറിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച 3,24,600 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 2 ബോട്ടിനും കൂടി 5 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടയിൽ അകപ്പെട്ട 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് രക്ഷകരായി ലൈഫ് ഗാർഡുകൾ. സ്നേഹതീരം ബീച്ചിലെ ലൈഫ് ഗാർഡുകളും പീച്ചി സ്വദേശികളുമായ TP ബിബീഷ്, KG ഐസക് എന്നിവരാണ് വിദ്യാർത്ഥികൾക്ക് രക്ഷകരായത്. കോയമ്പത്തൂർ PSG എഞ്ചിനീയറിംഗ് കോളേജിലെ 11 വിദ്യാർത്ഥികളാണ് ബീച്ചിലെത്തിയത്. ഇവരിൽ 8 പേരാണ് കടലിൽ ഇറങ്ങി കുളിച്ചത്. കുളിക്കുന്നതിനിടെ ദേവശങ്കർ, അക്ഷയ് എന്നിവരാണ് കടലിൽ അകപ്പെട്ടത്. വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത് കണ്ട് ലൈഫ് ഗാർഡുകളായ ബിബീഷും ഐസക്കും കടലിലേക്ക് ചാടി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വഴിയോര കച്ചവടക്കാരന് ക്രൂരമർദ്ദനം. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് ഇടത് കൈയുടെ എല്ല് പൊട്ടി. തട്ടുകടയും അക്രമി തല്ലി തകർത്തു. വടക്കേനടയിൽ മാഞ്ചിറ റോഡിൽ 7 വർഷത്തോളമായി മുല്ലപ്പൂവും പൂജാസാധനങ്ങളും വിൽപ്പന നടത്തുന്ന ചാവക്കാട് തിരുവത്ര ചീരമ്പത്ത് രാജേന്ദ്രനാണ് മർദ്ദനമേറ്റത്. തെരുവിൽ കഴിയുന്നവർ കഴിഞ്ഞ ദിവസം നടപ്പാതയിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് രാജേന്ദ്രൻ ചോദ്യം ചെയ്തിരുന്നു. പിറ്റേന്ന് കട വിസർജ്യ വസ്തുക്കളാൽ മലിനമാക്കി. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിന്റെ വടക്കേ നട, അതായത് ഊട്ടുവര ഗേറ്റിന്റെ അവിടെ വഴിയോര കച്ചവടം ചെയ്യുന്നതാണ്. എനിക്ക് നഗരസഭയുടെ ലൈസൻസ് ഉണ്ട്. സംഭവം ഉണ്ടാവുന്ന വെച്ചാൽ ആ ഗേറ്റിന്റെ അരികെ തന്നെ ഒരു ചന്ദരൻ എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ ഭാര്യയും കൂടി അവിടെ കിടന്നായിരുന്നു. അവര് അവിടെ തന്നെ മലമൂത്ര വിസർജനം ഇതൊക്കെ ചെയ്യുന്നത്. അതൊരു ദിവസം കണ്ടപ്പോ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു. അതിന്റെ വൈരാഗ്യത്തിന് അവൻ ഈ ഞാൻ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മേലെ മലം കൊടുന്നിടി അങ്ങനെ വൃത്തിഹീനാക്ക് ഇതൊക്കെ ചെയ്തു. ഞാൻ എന്നാ അതിനെ പറ്റി യാതൊരു ഇതും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കാരണം ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുത്തു. ഇതിന്റെ എല്ലാ ഇതും ഇവൻ കൊണ്ടുവന്നിരുന്ന ആ രംഗങ്ങളും എല്ലാം ആയിട്ട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഇരുമ്പ് പൈപ്പ് കൊണ്ടുവന്നിട്ട് അടിക്കാണ് ഉണ്ടായത്. ആദ്യം ഞാൻ വലത്തെ കൈ. കഴിഞ്ഞ 12-ന് പുലർച്ചെ 3 മണിയോടെയാണ് ഇരുമ്പു പൈപ്പുമായി എത്തിയ അക്രമി മർദ്ദിക്കുന്നതും കട തല്ലി തകർക്കുന്നതും നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമായിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിന്റെ തിരക്കിട്ട ഡ്യൂട്ടിയാണ് കാരണമായി പോലീസ് പറഞ്ഞത്. എന്നാൽ മർദ്ദന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് രാജേന്ദ്രനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. ക്ഷേത്രനടയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവർ മാരകായുധങ്ങളുമായി ആക്രമണത്തിന് മുതിരുന്നതായി വ്യാപക പരാതിയുണ്ട്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല.
നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. യുവതി ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനും ഭർതൃമാതാവിനും തടവും പിഴയും ശിക്ഷ. ചേറ്റുവയിൽ സ്വദേശി ബഷീറിന്റെ മകൾ സജന ഗുരുവായൂർ ഇരിങ്ങപ്പുറത്തുള്ള ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത കേസിലാണ് ഭർത്താവ് കറുപ്പം വീട്ടിൽ റഷീദിനെയും മാതാവ് ബീവിയെയും ആത്മഹത്യാ പ്രേരണ കേസിൽ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. റഷീദിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, പ്രായം കണക്കിലെടുത്ത് ബീവിക്ക് 20 ദിവസത്തെ വെറും തടവ് ശിക്ഷയും 25,000 രൂപ പിഴയുമാണ് വിധിച്ചത്. പ്രതികളിൽ നിന്ന് കടുത്ത പീഡനങ്ങൾ സജനയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നതായി കോടതി കണ്ടെത്തി. 2018 ഡിസംബർ 15-നാണ് യുവതി ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. രോഗികളെ വലച്ച് എളനാട് ഹോമിയോ ആശുപത്രി. ആഴ്ചകളായി സ്ഥിരം ഡോക്ടർ ഇല്ലാതെയാണ് ആശുപത്രി പ്രവർത്തനം നടത്തുന്നത്. തിരുവില്ലാമലയിലെ ഹോമിയോ ഡോക്ടർക്ക് എളനാട് ആശുപത്രിയിൽ അധിക ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും ആഴ്ചയിൽ 1 ദിവസമാണ് അവർ ഇവിടെ രോഗികളെ പരിശോധിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കാരളം പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. മന്ത്രി ആർ ബിന്ദു സർവകക്ഷി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അക്രമങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ അണികൾക്ക് കർശന നിർദ്ദേശം നൽകാൻ ബന്ധപ്പെട്ട നേതാക്കൾ യോഗത്തിൽ തീരുമാനിച്ചു. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസ് സാന്നിധ്യത്തിൽ കുറവ് വരുത്താനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. RDO P. ഷിബു, ഇരിങ്ങാലക്കുട DYSP CL ഷൈജു, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തിരുനെല്ലൂർ ശിവക്ഷേത്രത്തിന് സമീപം ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുനെല്ലൂർ ശിവക്ഷേത്രത്തിന് സമീപം ഊരുപറമ്പിൽ കുടുംബക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് അപകടമുണ്ടായത്. എംസാൻഡുമായി വന്ന ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടതിനാൽ ദുരന്തം ഒഴിവായി. റോഡിന്റെ അരികെ ഇടിഞ്ഞതാണ് അപകടത്തിന് കാരണം. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ട കുമ്പളത്താൻ നിബീഷിനെ ജയിലിലാക്കി. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശരത് ദാസിനെ നാട് കടത്തിയതായും റൂറൽ പോലീസ് അറിയിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൃപ്രയാറിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K. പ്രമോദ് അധ്യക്ഷനായി. സാജൻ ഇഗ്നേഷ്യസ്, അനീഷ് ലോറൻസ് എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച നടക്കുന്ന ട്രേഡ് യൂണിയൻ സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്യും. നാശോന്മുഖമായിരുന്നു നമ്മുടെ നാട്ടിൽ. പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് പണമില്ല, അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല, അധ്യാപകർക്കോ അവർക്ക് ന്യായമായ ശമ്പളവും ഉണ്ടായിരുന്നില്ല. ഈ 2 പ്രതിസന്ധിയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥി വിജയിച്ച കടങ്ങോട് പഞ്ചായത്തിലെ 17-ാം വാർഡ് നീണ്ടൂരിൽ കള്ളവോട്ടും ഇരട്ട വോട്ടും നടന്നതായി പരാതി. 4 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി KA നൌഷാദിന്റെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥി TK സുബ്രഹ്മണ്യൻ റിട്ടേണിംഗ് ഓഫീസർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. LDF 50 വോട്ടുകൾ പുറമേ നിന്ന് കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചു എന്ന പ്രചരണമുണ്ടായ സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വാർഡിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരും 2 പഞ്ചായത്തുകളിൽ വോട്ടുള്ളവരുമായ 60 പേർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയത്. ഇതിൽ 6 പേർ 2 സ്ഥലത്തും വോട്ട് രേഖപ്പെടുത്തിയതിന് തെളിവുകളുണ്ടെന്നും UDF കടങ്ങോട് പഞ്ചായത്ത് ചെയർമാൻ സജീവ് ചാത്തനാത്ത് പറഞ്ഞു. ഈ കടങ്ങോട് പഞ്ചായത്തിലെ 17-ാം നമ്പർ നീണ്ടൂർ വാർഡിന് വിജയത്തിനു വേണ്ടി ചെയ്യപ്പെട്ടു എന്ന നഗ്നമായ സത്യം, വളരെ ഗൗരവമായ സത്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ 6ഓളം പേർ 2 സ്ഥലത്തും വോട്ട് ചെയ്തിരിക്കുന്നു എന്നത് കണ്ടെത്താൻ സാധിച്ചു. ഇങ്ങനെ ഒരു കള്ളവോട്ടിന്റെ പശ്ചാത്തലത്തിൽ ജയിക്കാനിടയായ സ്ഥാനാർത്ഥി കള്ള വോട്ടുകൾ നേടിയിട്ടാണ് 6 വോട്ടുകൾ തന്നെ ഇപ്പൊ തന്നെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും നിരവധി കള്ള വോട്ടുകളുടെ സാധ്യതകൾ ഇപ്പോ തെളിഞ്ഞു കാണാനുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള വലിയ വിശാലമായ അന്വേഷണത്തിലാണ്. സംഭവത്തിൽ മുൻസിഫ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ തകർത്ത് ജനവിധി അട്ടിമറിക്കുന്ന CPMന്റെ പ്രവൃത്തികൾക്കെതിരെ നിയമ പോരാട്ടത്തോടൊപ്പം ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പറഞ്ഞു. പരാജയം മുന്നിൽ കാണുമ്പോൾ അക്രമം അഴിച്ചുവിടുക, ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ചെയ്യാൻ, ജനാധിപത്യം തകർക്കുക എന്നത്
CPM ഒരു പ്രവണതയാണ്. 350-300ഓളം വോട്ടുകൾക്ക് വിജയിച്ചിട്ടുള്ള ഒരു വാർഡാണ് 17ാം വാർഡ്. ഇവിടെയാണ് 4 വോട്ടിന് ജയിച്ചപ്പോൾ ആള് ഇത്തരത്തിലുള്ള അന്നടക്കം വിഷയമുണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോ ഇതെന്തായാലും വെച്ച് പൊറപ്പിക്കാൻ കഴിയുന്നല്ല. ഞങ്ങൾ ജനാധിപത്യ രൂപത്തിലെ ഈ ജനാധിപത്യം തകർക്കുന്ന ഈ ഒരു വിഷയം ജനാധിപത്യ രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് നിയമപരമായി പോകും. വോട്ട് രേഖപ്പെടുത്തിയ 60ഓളം പേർ വാർഡിൽ താമസക്കാരല്ലെന്നും 25 വർഷമായി നികുതി അടയ്ക്കാത്തവരാണെന്നും UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF പഞ്ചായത്ത് ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, UDF സ്ഥാനാർത്ഥി TK സുബ്രഹ്മണ്യൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് MS ബഷീർ എന്നിവർ പങ്കെടുത്തു. TCV എരുമപ്പെട്ടി. കടങ്ങോട് പഞ്ചായത്തിലെ നീണ്ടൂർ 17ാം വാർഡിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KM നൌഷാദിനെതിരെ UDF ഉന്നയിച്ച കള്ളവോട്ട് പരാതി അടിസ്ഥാനരഹിതമാണെന്നും LDFന് 3ാം തുടർഭരണം ലഭിച്ചതിൽ വിളറി പിടിച്ചാണ് UDF അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും LDF പഞ്ചായത്ത് കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കോൺഗ്രസിന്റെ 40ഓളം പേർ പുറത്തുനിന്ന് വന്ന് നീണ്ടൂർ വാർഡിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഫലപ്രഖ്യാപനം വരുന്നതുവരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിട്ടില്ല. പോളിംഗ് ദിവസം കോൺഗ്രസ് ബൂത്ത് ഏജന്റുമാർ ഈ വിഷയത്തിൽ പരാതി ഉന്നയിച്ചിട്ടില്ല. സംസ്ഥാനം മുഴുവൻ UDFന് മേൽക്കൈ ഉണ്ടായിട്ടും കടങ്ങോട് പഞ്ചായത്തിലെ തോൽവിയിലുണ്ടായ ജാള്യത മറച്ചുവെക്കുവാനാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് LDF തെരഞ്ഞെടുപ്പ് കൺവീനർ PS പ്രസാദ് അറിയിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൊടകര പഞ്ചായത്തിലെ പൊതുകുളങ്ങളിലൊന്നായ പെരിങ്ങാംകുളത്തിൽ പായലും ചണ്ടിയും നിറയുന്നു. ഏറെക്കാലം നാശോന്മുഖമായി കിടന്ന കുളം വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ച് സൗന്ദര്യവൽക്കരിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും കുളത്തിന്റെ മുഖം മങ്ങുകയാണ്. ദേശീയപാതയോരത്തുള്ള പെരിങ്ങാംകുളം ഏറെക്കാലം പായലും ചണ്ടിയും നിറഞ്ഞ് അവഗണിക്കപ്പെട്ട് കിടന്നെങ്കിലും 10 വർഷം മുൻപ് കുളത്തിന്റെ പുനരുദ്ധാരണവും സൗന്ദര്യവൽക്കരണവും നടത്തി മികച്ച വിശ്രമ കേന്ദ്രമായി മാറ്റിയിരുന്നു. അപ്പോളോ ടയേഴ്സിന്റെ സഹകരണത്തോടെയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് പെരിങ്ങാംകുളം മോടി പിടിപ്പിച്ചത്. ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന സഞ്ചാരികൾക്കും അയ്യപ്പ ഭക്തർക്കും നാട്ടുകാർക്കുമായി വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുത്തു. എന്നാൽ ഏതാനും വർഷങ്ങളായി കുളം വൃത്തിയാക്കാത്തതിനാൽ പായലും ചണ്ടിയും നിറഞ്ഞു കിടക്കുകയാണിപ്പോൾ. മാലിന്യ നിക്ഷേപത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യവിരുദ്ധർ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും കുളത്തിലേക്ക് വലിച്ചെറിയുന്നത് സന്ദർശകർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ചിലത് തകർന്നു കിടക്കുകയാണ്. നടപ്പാതയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. പെരിങ്ങാംകുളത്തിലെ പായലും ചണ്ടിയും നീക്കം ചെയ്യാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥിനികളെ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ലെന്ന പരാതിയിൽ കണ്ടക്ടർക്കെതിരെ നടപടി. KSRTC തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിലെ കണ്ടക്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പൊങ്ങം നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥികളായ ഐശ്വര്യ S നായർ, ആൽഫ P ജോർജ് എന്നിവർക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. ചാലക്കുടി പൊങ്ങത്ത് ബസ് നിർത്തി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് പരാതി. തിരുവില്ലാമല 4ാം വാർഡിൽ വിജയിച്ച ഷീല പണിക്കർക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തിരക്കൊഴിയുന്നില്ല. ധനുമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കാൻ കൂവപ്പായസം ഒരുക്കുന്നതിനുള്ള കൂവപ്പൊടി തയ്യാറാക്കുന്ന ജോലിയിലാണ് ഷീല പണിക്കരും സുഹൃത്തുക്കളും. കർഷകരിൽ നിന്ന് നേരിട്ട് കൂവ ശേഖരിച്ചാണ് കൂവപ്പൊടി തയ്യാറാക്കുന്നത്. കിലോയ്ക്ക് 1200 രൂപ നിരക്കിലാണ് വിൽപ്പന. 30 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഷീല പണിക്കർ മുൻപ് 2 തവണ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തിരുവില്ലാമല BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചു.
ഹീമോഫീലിയ സൊസൈറ്റിയുടെ കുന്നംകുളം ചാപ്റ്റർ ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമായിരുന്ന ഇ രഘുനന്ദനന്റെ സ്മൃതി ദിനം ആചരിച്ചു. അക്കിക്കാവ് കണ്ണൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന സ്മൃതി ദിനാചരണം MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. രഘുനന്ദനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഹീമോഫീലിയ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ അധ്യക്ഷൻ ഡോക്ടർ വികാസ് ഗോയൽ കവി റഫീഖ് അഹമ്മദിന് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. ജോസഫ് ചാലിശ്ശേരി, ജിമ്മി മാനുവൽ, വിനോദ് അരവിന്ദാക്ഷൻ, പി പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ഞുപോലെ മുറ്റത്ത് അഴകുപെയ്ത മണിമുല്ല പൂത്തിറങ്ങി. കൊടുങ്ങല്ലൂരിലെ TKS പുരത്ത് ഞാവേലിപ്പറമ്പിൽ ഷാനവാസിന്റെ വീട്ടുമുറ്റത്താണ് മണിമുല്ല വസന്തസുഗന്ധം നിറയ്ക്കുന്നത്. ഷാനവാസിന്റെ ഭാര്യ ഷംജാദ് 3 വർഷം മുൻപ് നട്ട മുല്ലത്തൈയാണ് പടർന്നു പന്തലിച്ച് പൂവിട്ടിട്ടുള്ളത്. അങ്ങോട്ട് പറയണോ അല്ലെ? 3 വർഷം മുമ്പ് എനിക്കൊരു തൈ ഞാൻ നട്ടതാണ്, ഒരു ചെറിയ തൈ. ഇത് കഴിഞ്ഞ വർഷം കുറച്ച് പൂവുണ്ടായി. ഈ തവണ നല്ലോണം പൂവിട്ട് ഇപ്പം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ പൂവിടുന്നത് ഈ വർഷം തന്നെ. ഇനി അടുത്ത സെറ്റിനും കൂടെ ഉള്ള മുട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇലകളെ മറയ്ക്കും വിധം പൂക്കൾ നിറഞ്ഞിട്ടുള്ള മണിമുല്ലയെ തേടി തേനീച്ചകളും ശലഭങ്ങളും എത്തുന്നുണ്ട്. തണുപ്പ് നിറഞ്ഞ ഡിസംബർ മാസമാണ് മണിമുല്ലക്കാലം. ഹൃദ്യമായ സുഗന്ധം പരത്തുന്ന മണിമുല്ല അഴകിഴും കാഴ്ചയാണ് ഒരുക്കുന്നത്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് താന്യം പഞ്ചായത്തിലെ 5ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിൽപ്പ് സമരം നടത്തി. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. സജിത സുനിൽ, കിസ്മത്ത് ഫിയൂസ്, ലില്ലി ജോസ്, വിജയ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ സരസമേളയ്ക്കുള്ള പവലിയന്റെ നിർമ്മാണങ്ങൾ ചാലിശ്ശേരിയിൽ തുടങ്ങി. ജനുവരി 2 വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സരസമേള ഉദ്ഘാടനം ചെയ്യും. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകളാണുള്ളത്. ജനുവരി 11 വൈകിട്ട് 6 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 27-ന്. എടവിലങ്ങ് കാരയിൽ ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. അമോണിയ പ്ലാന്റിൽ അറ്റകുറ്റപ്പണിക്കിടെയാണ് ചോർച്ചയുണ്ടായത്. അമോണിയം വെള്ളത്തിലൂടെ കടത്തിവിട്ട് നിർവീര്യമാക്കി. ലൈംഗികാതിക്രമ കേസിൽ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അനധികൃത മീൻപിടുത്തം. അനധികൃതമായി കരവലി നടത്തിയ 2 ബോട്ടുകൾ പിടിച്ചെടുത്തു. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടയിൽ കടലിൽ അകപ്പെട്ട 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ രക്ഷിച്ച ലൈഫ് ഗാർഡുകൾ. കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്.
ഗുരുവായൂർ ക്ഷേത്രനടയിൽ വഴിയോര കച്ചവടക്കാരന് ക്രൂരമർദ്ദനം. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ ഇടതുകൈയുടെ എല്ല് പൊട്ടി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.